പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വയനാട് ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ വലിയ പരീക്ഷണത്തിൻ്റെ വാർത്തകളും സംഭവങ്ങളുമൊക്കെ ഇപ്പോഴും നമ്മളെ പിന്തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം കൂടി നമ്മുടെ ഓർമ്മയിലും സ്മരണയിലുമൊക്കെ അത് ഉണ്ടാകും. അതിന് മാത്രം വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് കേരളീയ സമൂഹത്തിന് വലിയൊരു പാഠമായി ആ ദുരന്തം മാറിയിട്ടുള്ളത്. ആയിരത്തി 1924 നമ്മുടെ ഇടുക്കിയിലെ മൂന്നാറിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിരുന്നു എന്നാണ്. ഇതോടനുബന്ധിച്ച് പത്രങ്ങളിലും ഇതിലൊക്കെ അത് വന്നിരുന്നു. ഈ ദുരന്തം വരുന്നതിൻ്റെ മുമ്പും 100 വർഷം പൂർത്തിയാവുന്നത് കൊണ്ട് ജൂലൈ 28-29 പശ്ചാത്തലത്തിൽ പത്രങ്ങളിലൊക്കെ ആ ന്യൂസ് വന്നിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരുന്ന മൂന്നാറിനെ, വളരെ മനോഹരമായി ബ്രിട്ടീഷുകാർ വികസിപ്പിച്ച മൂന്നാറിനെ നമ്മൾ ചിന്തിക്കാൻ ഒരിക്കലും സ്വാഭാവികമായി സാധ്യതയില്ലാത്ത റെയിൽവേ അടക്കം, ബ്രിട്ടനിൽ നിന്ന് എൻജിനൊക്കെ കൊണ്ടുവന്ന് പാളങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ അടക്കമുള്ള 100 കൊല്ലം മുമ്പാണ് ഈ പറയുന്നത്. വമ്പിച്ച വികസനങ്ങൾ, സുഖവാസ കേന്ദ്രത്തിൻ്റെ, സ്വിറ്റ്സർലാൻഡാണ് ആ ഭാഗത്തുള്ള കാലാവസ്ഥ കൊണ്ടും പ്രകൃതി കൊണ്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ആ നഗരത്തെ അണിയിച്ചൊരുക്കി വലിയ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 10 ദിവസം നിൽക്കാത്ത മഴയാണെന്ന്, നിൽക്കാത്ത മഴ അന്ന് മൂന്നാറിൽ പെയ്തു എന്നാണ്. 1924 ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആ പട്ടണവും അവിടുത്തെ ജീവിത സംവിധാനങ്ങളും മുഴുവൻ ഒഴുകി ഒലിച്ച് ഇങ്ങ് സമുദ്രത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അന്ന് കണക്കെടുപ്പൊന്നും അത്ര ശാസ്ത്രീയമായിട്ട് ആരൊക്കെ എവിടേക്ക് എത്ര ഉണ്ട് എന്നൊന്നും വ്യക്തമായിട്ട് അറിയാമല്ലോ. പക്ഷെ 100 കണക്കിന് ആളുകൾ ആ വെള്ളപ്പൊക്കത്തിലും തളർച്ചയിലും തകർച്ചയിലുമൊക്കെയായി മൂന്നാർ തന്നെ തകർന്ന് തരിപ്പണമായി. ഇപ്പോഴുള്ള മൂന്നാർ അതല്ല എന്നാണ് പറയുന്നത്, വേറെ മൂന്നാറാണ്. പിന്നീട് വികസിച്ചിട്ടുണ്ടായിട്ടുള്ള മൂന്നാറാണ് ഇപ്പോൾ ഉള്ളത്. പഴയ നഗരം അല്ലെങ്കിൽ പഴയ മൂന്നാർ അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത്? നമ്മുടെയൊക്കെ തന്നെ ചോദ്യങ്ങളിൽ അതൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹിക്കാനും തടുക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള വലിയ ദുരിതങ്ങളുടെ പെയ്ത്ത്, ദുരന്തങ്ങളുടെ ആവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ധാരാളം ഭാഗത്തുനിന്ന് നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അള്ളാഹു ജീവിതത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നൊരു ഭാഗമാണ്. ഖുർആനിൽ കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്താണ് ജീവിതം? ആരാണ് ഇതിൻ്റെ പ്രൊമോട്ടർ? ആരാണ് ഇതിൻ്റെ നിർമ്മാതാവ്? ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇതിനെ നിർണ്ണയിക്കുന്നത്? ആരാണ് ഇതിനെ നിശ്ചയിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയുടെ ജീവിതമാണെങ്കിലും സമൂഹത്തിൻ്റെ ജീവിതമാണെങ്കിലും രാഷ്ട്രങ്ങളുടെയും നാഗരികതകളുടെയും ഒക്കെ നിലനിൽപ്പാണെങ്കിലും ആരാണ് യഥാർത്ഥത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മളാണ്, ഞാനാണ് എന്നുള്ള
കേവല ധാരണകളിലാണ് നല്ലൊരു ശതമാനം ആളുകളും ഉള്ളത്. അതിലേക്ക് ഇത്തിരി അത്യന്താധുനിക സൗകര്യങ്ങളും അതിൻ്റെ നിറവും തികവും അതിൻ്റെ വർധനവും അതിൻ്റെ ആഘോഷങ്ങളും ആഡംബരങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴേക്ക് മനുഷ്യൻ നിലവിട്ടവനായി. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ഖുലിക ഹലുവ, വളരെ ദുർബലനായിട്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വറക്കുന്ന പാർക്കിൻസൺസ് ബാധിച്ച പോലെ ഒരു സമയത്തും എനിക്ക് ശരിക്കും നിൽക്കാൻ പറ്റാത്തവണ്ണമുള്ള ആ വിറക്കലോടുകൂടിയാണ് മനുഷ്യനെ അന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നട്ടല് നിവർത്തി രണ്ട് കാലും ചവിട്ടി തലയും പൊന്തിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കാനുള്ള കഴിവിലല്ല അല്ല മനുഷ്യനെ വെച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ നിത്യജീവിതങ്ങൾ അടക്കം എടുത്ത് പരിശോധിച്ച് നമുക്കത് കാണാൻ കഴിയും. എല്ലാം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നിമിഷങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്തവനായി, എല്ലാം തികഞ്ഞവനാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടവനായി, ഞാൻ ആരോഗ്യവാനാണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ കൊണ്ട് നമ്മൾ തകർന്ന് തളർന്ന് തരിപ്പണമായി പലതും. ഇന്നൽ ഇൻസാന ഖുലിക ഹലുവ, ഖുലിഖൽ ഇൻസാന ദഈഫ, ദുർബലനായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. സംഭവങ്ങളൊക്കെ വരുമ്പോൾ അനക്ക് നിക്കക്കള്ളി ഉണ്ടാവില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നറിയാതെ പിടുത്തം കിട്ടാതെ പരവശനാകുന്ന രീതിയിലാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ സ്വിച്ചും നമ്മളെ കയ്യിൽ തന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും തന്ന്, എന്നിട്ട് അതിൻ്റെ പരിപൂർണമായ തികവിലും നിറവിലും ഒക്കെ നിന്നിട്ട് ജീവിതത്തെ അനുഭവിക്കാനോ ആസ്വദിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയുന്ന രീതിയിലല്ല ജീവിതം സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഹസീന വാജനെ കണ്ടില്ല നിങ്ങൾ? ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 20 കൊല്ലമായിട്ട് ആ രാജ്യത്ത് അവർ ചെയ്ത നെറികേടുകൾക്ക് കയ്യും കണക്കുമില്ല. CA നിയമമുള്ളതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ കുടുങ്ങിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കാൻ പാടില്ല എന്നാണ്. CA നിയമമായിട്ടില്ല, പക്ഷെ എഴുതി വെച്ച നിയമം സംഘപരിവാറിന്റെ ഉള്ളിലുള്ള ഇന്ത്യയുടെ നിയമമൊന്നുമല്ല, സംഘപരിവാറിന്റെ നിയമമാണത്. വഖഫ് നിയമത്തെ പോലെ തന്നെ ഇതൊന്നും ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമമല്ല, ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവരുന്ന നിയമമല്ല, അവരുടെ നിയമത്തില്. അതുകൊണ്ട് ഹസീന വാജിദിന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഏത് ഉഗാണ്ടയെന്നും ബറൂണ്ടിന്നും വന്നാൽ പോലും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പം ആരും കാണാനില്ല. എവിടെ അവൾ? ഹസീന വാജിദ് എവിടെ? ബംഗ്ലാദേശിനെ കയ്യിലിട്ടിട്ട് അമർത്തിപ്പിടിച്ച് ഭരിച്ച വിദ്യാർത്ഥികളുടെ സമരത്തെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്ത, അവസാനം ഈച്ചയുടെ പോലും വിലയില്ലാതെ ആ നാട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് തടി രക്ഷപ്പെടുത്തേണ്ട അല്ലാഹു ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക, അള്ളാഹുവാണ് ഇതൊക്കെ തെരഞ്ഞെടുത്തത്. എല്ലാവരോടുള്ള ഓർമ്മയാ, ഹിന്ദുവിനോടും മുസ്ലിമിനോടും കമ്മ്യൂണിസ്റ്റിനോടും കോൺഗ്രസിനോടും BJP-യോടും അമേരിക്കയോടും അറബികളോടും ഏത് പദവിയിൽ ഇരിക്കുന്നവനോടുള്ള മുന്നറിയിപ്പാണത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അധികാരമൊക്കെ നൽകുന്നവൻ അള്ളാഹുവാണ്. തൻസിഉൽ മുൽക, ഊരിയെടുക്കണം അള്ളാഹ് തന്നെയാണ്. അള്ളാഹ്ക്ക് ഇതിലൊക്കെ ഒരു നിശ്ചയമുണ്ട്, എത്രത്തോളം എത്ര വരെ നിങ്ങൾ പോകണം. പക്ഷെ ഒരൊറ്റ സ്വേച്ഛാധിപതിക്കും ഏകാധിപതിക്കും സമഗ്രാധിപതിക്കും അധികാരത്തിന്റെ ശീതളഛായയിൽ ജനങ്ങളുടെ കാശ് കൊണ്ട് അതിരുകളില്ലാതെ ജീവിച്ച ഓരോരുത്തനും, ഉദ്യോഗസ്ഥന്മാർ മുതൽ ഭരണകൂട നേതാക്കന്മാരടക്കമുള്ളവർ വിസ്മരിക്കും. ഇതൊക്കെ തരുന്നതും അവളാഗ്രഹിച്ചൊന്നുമല്ലല്ലോ. ഹസീന വാജിദ് ബംഗ്ലാദേശിന്റെ അവസാന നിമിഷം വരെ ഇനിയിപ്പോൾ എവിടേക്കാ പോകേണ്ടതെന്നല്ല, സൗദിയോ UAE ഒക്കെ തുറക്കേണ്ടി വരും, അതിന് പറ്റിയ സ്ഥലമാണ്, പോകാൻ പറ്റിയ പോട്ടെ അത്. അപ്പോൾ അവിടേക്ക് പോകും. ബ്രിട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, USA അതിൻ്റെ പാസ്പോർട്ട് തന്നെ നിരാകരിച്ചിട്ടുണ്ട്, ഇന്ത്യ കൊടുക്കൂല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൽക്കാലം വന്ന് നിന്നോ, ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ, പക്ഷേ കാലാകാലം അവിടെ പോറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അള്ളാഹു ഇതൊരു വ്യക്തിയുടെ പ്രശ്നം കൂടിയാണ്. ഹസീന വാജിദ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു നിമിഷങ്ങൾ കൊണ്ട് ഉരുൾപൊട്ടി താഴേക്ക് വരികയാണ്, നിൽക്കാൻ സ്ഥലമില്ലാതെ, എടുക്കാൻ ആളില്ലാതെ. ആർക്കാ വേണ്ടത് അവരെ? ആരാ അവരെ കൊണ്ടെടുക്കാൻ പോണത്? അപ്പൊ അള്ളാഹു ഇത് വ്യക്തികളുടെ പ്രശ്നം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അള്ളാഹു വ്യക്തികൾ മുതൽ രാജ്യങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ അടക്കം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ, വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെയാണ് ഏറ്റവും എല്ലാറ്റിലും
എങ്ങനെയും മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളവർ, നാളെയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഈ ദുനിയാവിനെക്കുറിച്ച് ശരിയായ അർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നതിലും വിലയിരുത്തുന്നതിലും മനസ്സിലാക്കുന്നതിലും നമ്മൾ പരാജയപ്പെടും. അല്ലാഹ് പറയാണ് സൂറത്തുൽ കഹ്ഫ്, നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് തന്നെയാണ്. വദരിബ് ലഹും, അവർക്ക് പറഞ്ഞു കൊടുക്കുക, മസലുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിനെ സംബന്ധിച്ച്, ഈ ദുനിയാവിലെ ജീവിതം എന്താണ് എന്ന് നീ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാ മനുഷ്യർക്കും ജാതി മത വ്യത്യാസം നോക്കണ്ടായില്ലേ? നിരീശ്വരവാദിയാണോ, ഏകദൈവ വിശ്വാസിയാണോ, ബഹുദൈവ വിശ്വാസിയാണോ, മതക്കാരനാണോ, രാഷ്ട്രീയക്കാരനോ ഒന്നും നോക്കണ്ട. ബുദ്ധിജീവിയാണോ, ശാസ്ത്രജ്ഞനാണോ, എല്ലാവരോടും പറയും. എല്ലാവരോടുള്ള കൽപ്പനയാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കമാഇൻ, വെള്ളത്തെ പോലെയാണ്. അൻസൽനാഹു, അത് അല്ലാഹു ഇറക്കുന്നു, മിന സമായി, ആകാശത്തു നിന്ന്. ഫഖ്തലത ബിഹി, അപ്പോൾ വെള്ളം വന്ന് അത് കലർന്ന് പല സാധനങ്ങളും, നബാത്തുൽ അർളി, ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു. ഇഷ്ടംപോലെ മഴ പെയ്യുമ്പോൾ, നല്ലോണം സുലഭമായി വെള്ളം കിട്ടുമ്പോൾ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ നിന്ന് നല്ല പച്ചപ്പുള്ള, കണ്ണിന് കുളിർമയേകുന്ന, നല്ല സമൃദ്ധിയുള്ള, നിറവുള്ള, എല്ലാം വളർന്ന് പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആ വെള്ളം കിട്ടി വളർന്ന് തടിച്ച് കൊഴുത്ത് ചേർത്ത് വളരെ മനോഹരമായി സൗന്ദര്യമുള്ള അവസ്ഥയിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിലുമൊക്കെ അതിങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഇഷ്ടം തോന്നും. അല്ലാഹു മഴ വർഷിപ്പിക്കുന്നു, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ഉണ്ടായി വരുന്നു. എന്നിട്ട് അല്ലാഹു പറയപ്പോൾ അസ്ബഹ ഹഷീമൻ, പിന്നീട് അല്ലാഹു അതിനെ വെറും നുരുമ്പാക്കുന്നു, വെണ്ണീറാക്കുന്നു. സമൃദ്ധമായി വികസിച്ച് വളർന്നു വന്ന ഈ സംവിധാനങ്ങളെ മുഴുവൻ, വലിയ മരങ്ങൾ മുതൽ ചെറിയ പുൽക്കൊടികൾ മുതൽ പുൽക്കൊടി വരെ വൈക്കോലായി ഉണങ്ങി വെറും വെണ്ണീർ പോലെ, ഒരു കാറ്റടിച്ചാൽ അത് പാറിപ്പോകുന്നത് പോലെ പാറിപ്പോകുന്നു. നന്നായിട്ട് വളർന്ന് വികസിച്ചു വന്ന ഇത് മരത്തിനെ കുറിച്ചോ ചെടിയെക്കുറിച്ചൊന്നുമല്ല. ഭരണകൂടങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അതിൻ്റെ വികസന പദ്ധതികൾ, അതിൻ്റെ ശാസ്ത്രം, അങ്ങനെ അതിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കരമാണെന്ന്. എല്ലാം, ശാസ്ത്രം, വിദ്യാഭ്യാസം, കല, സാഹിത്യം, സംസ്കാരം, മതം, രാഷ്ട്രീയം ഒക്കെ കൂടിയ ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാം അതിൻ്റെ വലിയ പ്രകടനങ്ങൾ നടത്തി നല്ല പച്ചപ്പോടുകൂടി നമ്മളുടെ മുമ്പിൽ വളർന്ന് വികസിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കാലാകാലവും നിൽക്കുന്ന സാധനമാണ്, എല്ലാ കാലത്തും ഉണ്ടാവും. അല്ലാഹ് പറയണ ഹഷീമൻ തദറുഹു റിയാഹു, കാറ്റിൽ വെറും വെണ്ണീറായി തുരുമ്പുകളായിട്ട് അതിനെ നമ്മൾ മാറ്റും. വക്കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അല്ലാഹുവാണ് എല്ലാറ്റിനും കഴിയുന്നവൻ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. പ്രകൃതിയിൽ സംഭവിക്കുന്ന ഏത് ദുരന്തവും അതിനെ ജനങ്ങളുടെ പാപയിട്ടും ജനങ്ങളുടെ ജീവിത രീതിയിട്ടൊക്കെ കൂട്ടി വായിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചിലവരൊക്കെ അല്ലാഹ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാവുകടലുണ്ട്, സ്വവർഗ ഭോഗികളെ മുക്കിയതാണ് അല്ലാഹു. അരുതെന്ന് പറഞ്ഞിട്ടും മാലാഖമാരടക്കം പ്രത്യക്ഷപ്പെട്ട് ഇത് ചെയ്യരുത്, ഇത് ശരിയല്ല, ആണിന് ആണല്ല ഇണ, പെണ്ണിന് പെണ്ണല്ല ഇണ, ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ഇണ. പ്രവാചകൻ വന്ന് കയ്യ് പിടിച്ച് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് പെൺകുട്ടികളില്ല, അവരെ കല്യാണം കഴിച്ചോടെന്ന് ചോദിച്ചപ്പോ ഇത് വലിയൊരു മുത്തയ്ക്ക് വന്നത് നന്നാക്കുന്നോ വന്നോന്, ഞങ്ങൾ ഇതുവരെ ഇതൊക്കെ ചെയ്തിട്ട് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നീ അത് തടയാൻ മാത്രം വലിയ ആളൊന്നുമല്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിസ്സാരമാക്കി. അല്ലാഹ് രാത്രിക്ക് രാത്രി ഓർഡർ കൊടുത്തു, അയ്യോ പിടുത്തം മുട്ട വിടുന്നു, ഇവിടെ നിൽക്കണ്ട, ഇന്ന് രാത്രി അവരുടെ കഥ തീർക്കാൻ പോവുകയാണ് ഞാൻ, അവരുടെ കഥ തീർക്കാൻ പോവുകയാണ്. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രായ്മാനം രാത്രിയോടുകൂടി മുക്കിക്കളഞ്ഞു, ഒടുക്കിക്കളഞ്ഞു. അതിൽ തന്നെ പറയുന്നത് ആദ്യം ഇരുട്ടായ രാത്രിയായാൽ തന്നെ കണ്ണ് കാണൂല, രാത്രിയായാൽ തന്നെ കണ്ണ് കാണൂല. രണ്ടാമത്തത് കണ്ണിന്റെ കാഴ്ചാശക്തിയും അവരെ നഷ്ടപ്പെടുത്തി. അത് അല്ലാഹുവിന്റെ ഒരു പ്രതീകാത്മകമായ പ്രവർത്തനം കൂടിയാണ്. കാണേണ്ട കണ്ണുകൊണ്ട്, കേൾക്കേണ്ട കാതുകൊണ്ട്, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ഒരു കാര്യത്തിനെക്കുറിച്ചും തുറന്നു കാണുകയും തുറന്നു കേൾക്കുകയും തുറന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്ത ആരൊക്കെയോ കാലികളെ പോലെ തൊളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിയന്ത്രണത്തിലൂടെ മുന്നോട്ടൊഴുകിയ ഇവൻ കണ്ണും കൂടി കാണാതെ
കണ്ണിന്റെ കാഴ്ച പോലും എടുത്തു കളഞ്ഞിട്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ചതെന്ന്. ചിലർ അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ബോംബെ നഗരമുണ്ട്, അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ചിട്ട് അന്നത്തെ ആഘോഷ തിമിർപ്പിന്റെ വലിയ സംഘമായിരുന്നു ബോംബെ നഗരം എന്ന ഇറ്റലിയിലെ. അതിനെ മുക്കി സാഹിത്യകാരന്മാർ അതിനൊക്കെ ബന്ധപ്പെട്ട് നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയ ഇറ്റലിയിലെ ബോംബെ, നിങ്ങൾ ഇതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആഘോഷത്തിലും തിമിർപ്പിലുമൊക്കെ അവർ നിൽക്കുമ്പോൾ അഗ്നിപർവ്വതം ഗർജിച്ച് ഉരുകി ഒലിച്ച് സമൂഹത്തെ മുഴുവൻ മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞു. അങ്ങനെയൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. ശിക്ഷകളായിട്ട് തന്നെ അള്ളാഹു ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. പുതിയ കാലത്ത് അതാണ് അങ്ങനെയാണ് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു നബിയൊന്നും വന്നു കണ്ട് കാര്യങ്ങളൊന്നും പറയണില്ലല്ലോ. അങ്ങനെ വന്ന് നേർക്കുന്നേരെ പറയാൻ ഇക്കാലത്ത് അതിന് വേറെ ചില, പക്ഷെ അള്ളാഹു ഒരു പാഠം നൽകാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? മല നിയന്ത്രിക്കുന്നത് നീയല്ല, കാറ്റിനെ നിയന്ത്രിക്കുന്നത് നീയല്ല, കടലിനെ നിയന്ത്രിക്കുന്നത് നീയല്ല. എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല, ഉദ്യോഗസ്ഥന്മാരല്ല. എനിക്കല്ലേ വലുതായിട്ട് ഞാനുങ്ങളും കാണുന്നത്. അവരാണെല്ലാം. അവരുടെ കൈ ഏതെങ്കിലും ഒരു പാർട്ടിനെ മതത്തിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ലോ ഞാൻ പറയുന്നത്. ഭരണകൂടവും മനുഷ്യരും ഒക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ അധികാരത്തിന്റെ കീഴെയാണ്. എല്ലാവരും അധികാരത്തിന്റെ കീഴിലാണ്. ഒരു മഹാവെള്ളപ്പൊക്കത്ത് 10 ദിവസം നിരന്തരം നിൽക്കാതെ പെയ്യുന്ന മഴയെ ഏത് ബ്രിട്ടീഷ് ഗവൺമെന്റാ തടയുക? ഏത് യുണൈറ്റഡ് നേഷനാ തടയുക? ഏത് സംഘപരിവാരവും ഏത് മുസ്ലിം ഗവൺമെന്റാണ് അതിനെ തടയുക? ഒരാൾക്കും തടയാൻ കഴിയില്ല. മല ഇടിയാൻ ഇതാ റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ, ഭൂമിയെ കിടുകിട വിറപ്പിക്കുകയും പർവ്വതങ്ങളെ ഇളക്കിയെടുത്ത് കൂട്ടിയടിപ്പിക്കുകയും ചെയ്താൽ, അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ കുറെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങളാണ് അതൊക്കെ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിൽ വലിയ കാഴ്ചയുടെ ഭീകരന്മാരായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് നിന്ന് ഇളകിപ്പറഞ്ഞ് കല്യഹനിൽ മംഫൂഷ്, പരുത്തി പോലെ പാറിക്കളിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ആ പഞ്ഞി കടഞ്ഞ് എറിഞ്ഞാലുണ്ടാവുമല്ലോ എന്നതുപോലെ മഹാപർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പാറിക്കളിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട മൽഖാരിയ, ആ മഹാ കൂട്ടിയിടിക്കലുകൾ, ചേർന്ന് ഇടിച്ച് പൊട്ടിത്തെറിക്കലുകൾ, മൽഖാരിയ എന്താ അതൊക്കെ നിങ്ങൾക്കറിയൂ. ഖുർആൻ അവസാനത്തെ സൂക്തങ്ങളിലൊക്കെ അധ്യായങ്ങളിലൊക്കെ അത്തരം കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ദുഃഖത്തിൽ ഭൂമിയും പർവ്വതങ്ങളൊക്കെ കൂട്ടിയിടിച്ച് വെറും വെണ്ണീർ പോലെ, മണ്ണ് പോലെ, മണല് പോലെ ഈ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊന്നും നടക്കൂല നമുക്ക് തോന്നണം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്കാർക്കെങ്കിലും യാതൊന്നും സംഭവിക്കൂലെന്ന്? യഥാർത്ഥത്തിൽ സംഭവിക്കും. ചൂരൽ മലയിലും മുണ്ടക്കയിലും ഒക്കെ സംഭവിച്ചത് ഒരു മല ഇടിഞ്ഞ്, നമ്മൾ പറഞ്ഞല്ലോ 3 മണിക്കൂർ നിൽക്കാതെ പെയ്ത മഴയാണ്. 4 ദിവസം കൊണ്ടൊക്കെ പെയ്യേണ്ട മഴ വെറും 3 മണിക്കൂറുകൾ കൊണ്ട് പെയ്ത് മണ്ണിനും മരത്തിനും മലയ്ക്കും കല്ലിനും ഒന്നും അതിനെ താങ്ങാനും എടുക്കാനും കഴിയാതെ പിടുത്തം വിട്ടിട്ട് താഴേക്ക് അങ്ങോട്ട് പോരുകയാണ്. ഇത്ര ഭീകരമായ വരവാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കണം. ഇതേത് മലക്കുമാകാം, എവിടെയുള്ള മലക്കുമാകാം. അപ്പൊ മലയിടിയും, പിന്നെ നടുവിൽ താമസിക്കുക. അപ്പം ഭൂമി നിങ്ങളെയും കൊണ്ട് താഴേക്ക് താഴും. നിൽക്കാതെ പെയ്യുന്ന മഴ, ആ വെള്ളത്തിൽ നിങ്ങൾക്ക് മലകളിലേക്കും താഴേക്കും മുകളിലേക്കും പോകാൻ കഴിയാതെ ഭൂമി നിങ്ങളെ ആഴ്ത്തിക്കളയുമാറ്. ഭൂകമ്പം മൂലാഴ്ത്ത, വെള്ളം കൊണ്ട് ഭൂമിയിലേക്ക് മനുഷ്യനെ ആഴ്ത്തിക്കളയാ. ഇതൊക്കെ എവിടെയാണ് നമ്മൾ നിൽക്കുക? ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്തിപ്പെടേണ്ട കൃത്യമായൊരു നിലപാട്, ഭൂമി മനുഷ്യന്റെ കയ്യിലല്ല, ഭൂമിയിലെ ഒന്നും മനുഷ്യന്റെ കയ്യിലല്ല, അവനവൻ പോലും അവനവന്റെ നിയന്ത്രണത്തിലല്ല. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവൻ അല്ലാഹു ആകുന്നു. എന്നിട്ട് പിന്നെ ഒരു മുന്നറിയിപ്പ്, അൽ മാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും ഒക്കെ ഖേദം, സങ്കടം തീരുന്നില്ലല്ലോ നമുക്ക്. അത് പോയി, ഇത് പോയി, അവര് പോയി, ഇവര് പോയി. സംഭവം പ്രശ്നം തന്നെയാണ്. നമുക്ക് വേണ്ട ഒരു മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കി എടുത്തിട്ടുള്ള എല്ലാം നിമിഷങ്ങൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് തകർന്ന് തരിപ്പണമായി പോവാണ്. അല്ലാഹു പറയൽ മാലു വൽ ബനൂൻ, മനുഷ്യരും സമ്പത്തും ഒക്കെ, മക്കളും സമ്പത്തും ഒക്കെ സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിൻ്റെ ഭൗതികമായ പ്രൗഢി മാത്രമാണ്. അതിൻ്റെ നിങ്ങൾ ചമച്ചുണ്ടാക്കിയ, നിങ്ങൾ കൃത്രിമമായി അലങ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമാണ്. അള്ളാഹു മുന്നറിയിപ്പ് പറയണത് വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, യഥാർത്ഥത്തിൽ എന്താ ബാക്കി ഉണ്ടാവുക?
സൽക്കർമ്മങ്ങളാണ് ബാക്കി ഉണ്ടാവുക. ഖൈറുൻ ഇൻദ റബ്ബിക, നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് നിങ്ങൾ എത്ര സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു, നിങ്ങൾ എത്ര വലിയ സംഘടനയുടെ നേതാവായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം വലിയ അനുയായികൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ദേശം ഏതായിരുന്നു, വംശം ഏതായിരുന്നു, ഇതിനൊന്നും അള്ളാന്റെ മുമ്പിൽ ഒരു പ്രസക്തിയില്ല, ഒരു പ്രസക്തിയില്ല. അള്ളാഹ് പറയണത് വൽ ബാഖിയാത്തു സ്വാലിഹ, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ബാക്കി ഉണ്ടാവുക. ഖൈറുൻ ഇൻദ റബ്ബിക, നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് അതാണ് ഉത്തമം. വഖൈറുൻ അമല, നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത് മുതലാണ്. കാരണം നാളെ നിങ്ങൾ ഒടുങ്ങിയാൽ, നിങ്ങൾ തീർന്നാൽ, നിങ്ങൾ അവസാനിച്ചാൽ, വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ ഇപ്പൊ സംഘമായിട്ട് നശിപ്പിക്കണമെങ്കിൽ അങ്ങനെ അള്ളാഹ് ചെയ്യാം, അങ്ങനെ അള്ളാഹ് ചെയ്യാം. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ ഏത് നിമിഷത്തിൽ വേണം. ഇങ്ങനെ കുഴഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി. ഇന്നലെപ്പോ ഒരു കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് കാണാതെ പോയ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോയ മകൻ, പെണ്ണും കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹം മാത്രം, മകനും മരിച്ചു. വാപ്പാന്റെ കബറടക്കി തിരിച്ചു വരുമ്പം അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കുഴയും, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നിങ്ങളും കുഴഞ്ഞു പോയാൽ പിന്നെ കമ്മ്യൂണിസവും കോൺഗ്രസും BJP ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിറ്റിക്കൊന്നും ഒരു കഥയില്ല. ഇവർക്ക് ആർക്കും കുഴയണ്ടെന്ന് തീരുമാനിക്കാനുള്ള പവർ അത് കൊടുത്തിട്ടില്ല. മലയിടിയുന്നത് പോലെ തന്നെ മഹാമനുഷ്യരും ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ താങ്ങാൻ, അതിനെ എടുക്കാൻ, അതിനെ പിടിക്കാൻ ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വ്യക്തിപരമായിട്ട് നാളേക്ക് എന്താണ് നിങ്ങളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. അത് മാത്രമാണ് നമ്മൾ ആലോചിക്കാത്തത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെ അവനവനെക്കുറിച്ചും അവനവൻ നിൽക്കുന്ന സ്പേസ് ഭൂമിയെ സംബന്ധിച്ചും അതിനെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രത്തെ സംബന്ധിച്ചും കൃത്യമായ ധാരണകൾ, ബോധ്യതകൾ ഉണ്ടാകാൻ ഇതൊരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചെറുത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മാരകമായ സ്വഭാവത്തിൽ വലിയതുകൾ കൊണ്ട് നിങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാളേക്ക് എന്താണ്? പോയാലും എങ്ങനെ പോയാലും പ്രശ്നമില്ല. മുങ്ങിപ്പോയാലും ഇടിഞ്ഞു പോയാലും എങ്ങനെയാണെങ്കിലും ഒരിക്കൽ പോണ്ടേ നമുക്ക്. ഒരു നിമിഷം, ഏതോ ഒരു സമയത്ത് ഞാനുങ്ങളൊക്കെ കടന്നു പോകണം. പക്ഷെ പോകുന്നത് വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് കാണാം. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, നിങ്ങൾ ചെയ്ത ഏത് നന്മയും കാണാം. വമയഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഏത് തിന്മയും നിങ്ങൾക്ക് അവിടെ കാണാം. അല്ലാഹു ഓരോ അറബിയിൽ ദുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായതെന്നാണ്. അളക്കാൻ പോലും വഴങ്ങാത്ത വണ്ണം അവസാനത്തെ അളവിൽ വരുന്ന സാധനം എന്താണോ അതാത് ഏറ്റവും നിസ്സാരമായ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ചെയ്തികളിൽ, നിങ്ങളുടെ കേൾവികളിൽ, കാഴ്ചകളിൽ, നിങ്ങളുടെ സംസാരങ്ങളിൽ, ഇടപെടലുകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വലിയ സംഭവങ്ങൾ മുതൽ വളരെ നിസ്സാരമായ കാര്യങ്ങളടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദുനിയാവ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണം അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ കൈകാര്യം ചെയ്യും. നിങ്ങൾ ഇനി എന്താസൂത്രണം ചെയ്തിട്ടും കാര്യമില്ല. പ്രകൃതി ദുരന്തം എന്നൊക്കെ അതിന് പറയാൻ പറ്റുമെന്നുള്ളതിൽ പോലും ആളുകൾ തർക്കം നടത്തുന്നുണ്ട്. ഓരോ സ്ഥലത്തും, ഓരോ സമയത്തും, ഓരോ പ്രദേശങ്ങളിലും. ഇപ്പൊ പരിസ്ഥിതിയായിട്ട് കുറച്ച് അതിന് ബന്ധമുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ കടന്നു പോകണില്ല. ഇവിടെ മാത്രമല്ല, ലോകത്തുടനീളമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതും ധാർമ്മികമാണ്. മനുഷ്യന്റെ ആർത്തി, അവന്റെ ആഡംബരം, അവന്റെ അതിരുകളില്ലാത്ത ആഘോഷങ്ങൾ, അവന്റെ മതിവരാത്ത ആഗ്രഹങ്ങൾ, ഇതൊക്കെ കൂടി വെച്ചിട്ട് ഈ ഭൂമിയിലെ വിഭവങ്ങളെ മുഴുവൻ മുച്ചൂടും കൊള്ള ചെയ്ത് നശിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഭരണകൂടങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, മുതലാളിത്ത ലോകം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റിനെ കുറിച്ച്, ആളെ കുറിച്ചൊന്നുമല്ല പറയണത്. മനുഷ്യന്റെ ആർത്തിയെയും ആഡംബരത്തെയും സ്വാർത്ഥതയെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു നിയമവും ഒരു ഭരണകൂടത്തിന് ഉണ്ടാക്കാൻ പറ്റണില്ല. റൈലമോ അന്നമൽ ഹയാത്തു ദുനിയ, നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതം എന്ന് പറഞ്ഞാൽ ലഅബൻ, കളിയാണ്. കളി തന്നെയാണ്. ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. ഒളിമ്പിക്സ് വലിയ മേളയാണ്. കളികളുടെ മാസ്മരിക ലോകം. എല്ലായിടത്തും കളിയാണ്. എവിടെ നോക്കിയാലും കളിയാണ്. എത്ര കളിക്കണം, എന്തിന് കളിക്കണം, കളിച്ചിട്ട് എന്താ ഉണ്ടാകാൻ പോണത്? ഈ സെലിബ്രിറ്റികളെയൊക്കെ സൃഷ്ടിച്ചെടുത്ത്
എന്തിലേക്കാണ് ഇവർ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും ചുഴിയാണോ, അതിൻ്റെ ഉള്ളിലേക്ക് പോവാനോ? കണ്ടില്ലേ നിങ്ങള്, അവരുടെ ഡോക്ടർ അംബാനിന്റെ ക്ലിനിക്കലാളാണെന്നാ പറയുന്നത്. അംബാനിയുടെ ഒളിമ്പിക്സിന് പോണ അംബാനിയാണ്. അവരാണ് അംബാനിയുടെ ആളായതുകൊണ്ട് തന്നെ പലരും സംശയം വെക്കുന്നുണ്ട്. തൂക്കം കൂട്ടാനുള്ള കാരണം അവരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അതിലേക്ക് നമ്മൾ പോണ്ട. ലാഇബുൻ, കളിയാണ്, എവിടെയും കളിയാണ്. വലഹുൻ, തമാശകൾ, ചിരിപ്പിക്കലുകൾ, ആഘോഷിപ്പിക്കലുകൾ, ആഹ്ലാദിപ്പിക്കലുകൾ. അങ്ങനെ 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 മനുഷ്യനെ കൊണ്ടുപോയി മനുഷ്യൻ എന്ന് പറയുന്ന ഈ വലിയ അസ്തിത്വത്തെ വളരെ നിസ്സാരമായ ചവറുകൂന പോലെ കനം കുറഞ്ഞ മനുഷ്യനാക്കി, ദുർബലനായ മനുഷ്യനാക്കി, വളരെ വളരെ വിലയില്ലാത്ത ഉൽപ്പന്നമാക്കി മനുഷ്യനെ മാറ്റുന്ന കളികളും തമാശകളും, വസീനത്തുൻ, കൊണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാരങ്ങൾ, കൃത്രിമാലങ്കാരങ്ങൾ, ആഡംബരങ്ങൾ. അതുകൊണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒറിജിനലാണ്, അതാണ്, അങ്ങനെയാണ്. അങ്ങനെയാണ് അറബിയിൽ സീനത്ത് എന്ന് പറയാം. നിലവിലില്ലാത്തത് മനുഷ്യൻ കൃത്രിമ ക്ഷമയമായിട്ടുണ്ടാക്കുന്ന കൃത്രിമത്വത്തിന്റെ അലങ്കാരങ്ങൾ. ബൈനക്കും, തമ്മിലുള്ള പ്രൗഢി നടിക്കലുകൾ. ഓ, ഞങ്ങളെ പാർട്ടി, ഞങ്ങളെ മതം, ഞങ്ങളെ രാജ്യം, ഞങ്ങളെ സംഘടന, ഞങ്ങളുടെ ജാതി, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ഉദ്യോഗം, അങ്ങനെ അത് ഞാൻ, ഞങ്ങൾ, ഇങ്ങനെ തഫാഖുറും ബൈനക്കും, നിങ്ങളെക്കാൾ, അവരെക്കാൾ, മറ്റവരെക്കാൾ, ഇവരെക്കാൾ ഒക്കെ ആരാണ്? ഞാനാണ്, ഞങ്ങളാണ്. വ്യക്തി മുതൽ അന്താരാഷ്ട്ര സംവിധാനങ്ങളടക്കം. സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അതിവഷളായ മത്സരങ്ങൾ. തകാസുറും ഫിൽ അംവാൽ, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതിയെ അതിരുകളില്ലാതെ മാന്തിയും കീറിയും ചീന്തിയും കിളച്ചും മറിച്ചും കുഴിച്ചും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഭരണകൂടങ്ങൾ തുണ നിൽക്കുന്നു. ക്യാപിറ്റൽ മുതലാളിത്തം അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ ഒറ്റുകൊടുക്കുന്നു. ഈ മുക്കൂട്ട മുന്നണി കൂടി ലോകത്തിൻ്റെ സന്തുലിതത്വത്തെ, അതിൻ്റെ മനോഹാരിതയെ, അതിൻ്റെ ഒരു തൂക്കം ഒരുമിച്ച് അല്ല തത്തഖാവുഫിൽ മീസാൻ ഖുർആൻ പറയുന്നുണ്ട്. തൂക്കത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. ഓരോന്നും ഓരോ സ്ഥലത്ത് അളവും തൂക്കവും വെച്ചിട്ട് വെച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൽ നിങ്ങൾ നശിപ്പിക്കരുത്. ആമസോണനെ നിങ്ങൾ നശിപ്പിക്കരുത്. പശ്ചിമഘട്ടത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. അറബിക്കടലിനെ നിങ്ങൾ മലിനമാക്കരുത്. സമുദ്രങ്ങളെ നിങ്ങൾ കേടുവരുത്തരുത്. കുളവും പുഴയൊന്നും ഇപ്പൊ നിങ്ങളുടെ അങ്ങാടിയിലൊക്കെ ഉള്ള പുഴ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മളെ മാതിരി തന്നെ കറുത്ത പുഴയാണ്, ചീഞ്ഞളിഞ്ഞ പുഴ. ശുദ്ധ ഗംഗക്കില്ല, യൂഫ്രട്ടീസിനില്ല, നൈലിന് പോലും ഇല്ല ശുദ്ധി. കാരണം അവർ സ്വയം കേട് വന്നതല്ല. ഇതിനവലംബിച്ച് ജീവിക്കുന്ന മനുഷ്യനും ആ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളും വെള്ളത്തിന്റെ ശുദ്ധത നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളാരും ഒന്നും പറയും കേൾക്കുകയും ചെയ്യുകയൊന്നും ചെയ്യണമല്ലോ. പോട്ടെ, തകാസുറും ഇതൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വല്ലവല ഞങ്ങളെടുത്താണ് അനുയായി. ദുരന്ത ഭൂമികളിൽ പോലും സംഘടനകളും പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരൊക്കെ മത്സരത്തിലാണ്. ഞങ്ങൾ, നിങ്ങൾ, നമ്മളല്ലപ്പോ. അങ്ങനെ ഓരോരുത്തരും എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കൈയിടേ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പറയണം. കവസരവൈസിൻ, എന്ത് കളിയാടോ നിങ്ങൾ കളിക്കണത്? മഴ പെയ്തു, അജബൽ കുഫാറു, കൃഷിക്കാരൻ അന്തം വിട്ടു, നബാത്തഹു, നല്ലോണം വിഭവങ്ങളൊക്കെ കിട്ടിയപ്പം, സുംബഹീജു ഫതറാഹു, നേരത്തെ പറഞ്ഞ ആയത്തിനെ വേറെ അർത്ഥത്തിൽ അല്ല വിശദീകരിക്കുക. ഫതറാഹു മുസ്ഫറ, നല്ലോണം പച്ചപ്പുണ്ടായ സാധനം ഇതാ ഉണങ്ങി കരിഞ്ഞ് വേരോടുകൂടി പിഴുതെറിയപ്പെട്ട് നിന്റെ മുമ്പിൽ വീണ് കിടക്കുന്നു. സുംബയകൂന ഹുതാമ, വെറും വൈക്കോലായി, ഉണങ്ങിയ ചെതുമ്പായി, ഒരു ഉപകാരമില്ല. എന്നിട്ടല്ലാഹുറത്തെ അദാബുൻ ഷദീദ്. ഇടോ, ഈ മനസ്സിലാക്കണോ, ഈ ദുനിയാവിനെ വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് മാരകമായ ശിക്ഷകളുണ്ട്. അദാബുൻ ഷദീദ്. നിങ്ങൾ ഈ ദുനിയാവിലെ ലാഭനഷ്ടം, എണ്ണം, വണ്ണം, വലുപ്പം, സൗന്ദര്യം, ആഡംബരം, ആഘോഷം, അവരുടെ കഴിവുകൾ, സംവിധാനങ്ങൾ, അവരുടെ പിന്നിലുള്ള പ്രൊജക്റ്റുകൾ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങള് അള്ളാന്റെ അടുത്ത് അവിടെ വരട്ടെ. ഇപ്പറഞ്ഞ ഈ കളി കളിച്ചോ, ലഹബുൻ ലഹവും തകാസുറും തഫാഖുറും ഒക്കെ ആയിട്ട് കളിച്ചോനുണ്ടല്ലോ, ഓനെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ. ഫിൽ അദാബുൻ ഷദീദ്, വലിയ ശിക്ഷകൾ പരലോകത്ത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നും കളിച്ചിട്ട് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. നിലപാടുകളില്ലാത്തവൻ, നിർണയങ്ങളില്ലാത്തവൻ, നിശ്ചയമായ തീരുമാനങ്ങളില്ലാത്തവൻ, ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തവൻ, അവന് വേണ്ടി നമ്മൾ ഇതൊക്കെ. അല്ല രണ്ടാമത്തെ പറയുന്നുണ്ട് ഉമ്മഗ്ഫിറത്തുൻ, അള്ളാഹു അവിടെ പാപമോചനം വിട്ടിട്ടുണ്ട്. മീനല്ലാഹി റിളവാൻ. നിങ്ങൾ ഇവിടെ ആരെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്? ഏത് പാർട്ടി, ഏത് നേതാവിന്, ഏത് സംഘടന, ഏത് ഉദ്യോഗസ്ഥനെ?
ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ കെട്ടകളി മുഴുവൻ നിങ്ങൾ കളിച്ചത്? നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാം ഹയാത്തു ദുനിയ, നിങ്ങൾക്കറിയോ ഈ ദുനിയാവ് ഇല്ല മതാഉൽ ഗുറൂർ, ഇത് വഞ്ചിക്കുന്നൊരു സാധന. നിങ്ങളുടെ കുട്ടി പോവും, നിങ്ങളുടെ ഇണ പോവും, നിങ്ങൾ പോവും, നിങ്ങളുടെ മക്കൾ പോവും, നിങ്ങളുടെ നേതാവ് പോവും, നിങ്ങളുടെ അനുയായി പോവും. പോകുന്നതോടുകൂടി എല്ലാം തീരുന്ന, വല്ലതും പിന്നീട് തിരിച്ചെടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ അവിടെ മാത്രം. അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ നൈമിഷികതകളിൽ, അതിൻ്റെ അല്ലറ ചില്ലറ സംഗതികളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് പറയുന്നത്. ഏത് ദുരന്തത്തെയും ഏത് പരീക്ഷണത്തെയും മനുഷ്യനല്ല നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഭൂമിയിലെ ഒരു സാധനത്തിലും അവനവൻ്റെ ശരീരം മുതൽ, അവൻ നിൽക്കുന്ന ഭൂമി മുതൽ, അവൻ കുടിക്കുന്ന വെള്ളം മുതൽ, അന്തരീക്ഷത്തിലെ വായുവിൻ്റെ കാറ്റ് സഞ്ചാരം മുതൽ, മലയിലും വനത്തിലും ഒന്നും നിനക്ക് അധികാരമില്ല. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്നാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ദുനിയാവിൻ്റെ നൈമിഷികതയും നമ്മളുടെ നിസ്സാരതയും അള്ളാഹുവിൻ്റെ അധികാരത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചുപോക്ക് നടത്താനുള്ള വലിയ വഴികളായിട്ട്, പാഠങ്ങളായിട്ടാണ് ഇതൊക്കെ ഉണ്ടാവേണ്ടത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കരുണാവാരിധിയെ അള്ളാഹു ആ അർത്ഥത്തിൽ എല്ലാറ്റിനെയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മറവി വലിയൊരു രോഗമാണ്. ഇതൊക്കെ പെട്ടെന്ന് മറക്കും. നമ്മൾ ഇനിയും പഴയ പോലുള്ള ജീവിതത്തിലേക്ക് പോകും. ഒരു കാര്യം മാത്രം ഓർമ്മ വയ്ക്കണം, കുറച്ച് ഗൗരവത്തോടു കൂടി. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇത് കുറച്ച് ഗൗരവത്തിലൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് തൂബൂ ഇലല്ലാഹി ജമിയാൻ യാ അയ്യുഹൽ മുഅ്മിനൂൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും സ്വന്തം ജീവിതത്തെ ശരിയായ നിലപാടുകളിൽ ചിട്ടപ്പെടുത്തുന്നതിനൊക്കെയുള്ള പാഠങ്ങളായിട്ട് ഇത് മാറണം. അല്ലെങ്കിൽ നമ്മളെയും അള്ളാഹു ഈ ആഘോഷത്തിലും തിമർപ്പലും ഒക്കെ വീണ്ടും നസുല്ലാഹ ഫഅൻസ, നിങ്ങൾ അള്ളാനെ മറന്നാൽ അള്ള നിങ്ങളെയും മറക്കും എന്ന് പറഞ്ഞാൽ അള്ള നിങ്ങളെ മറപ്പിക്കും. പിന്നെ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ അടിച്ചു പൊളിച്ച് ഒക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പാഠങ്ങൾ, വലിയ ദുരന്തങ്ങൾ, വലിയ പരീക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മളൊരു തിരിച്ചുപോക്ക് നടത്തണം. അതിനനുസരിതമായ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങൾ ഉണർത്തുകയാണ്. ആ വിഷയത്തിൽ അള്ളാഹുവിനെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാവാരിധി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് വിചാരിച്ചു. നമ്മുടെ വഖഫായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ വായനയിലും പഠനത്തിലും ഒക്കെ അതുണ്ടാവും. സംഘപരിവാർ ഒരു ഓട്ടക്കലം വീണ്ടും കൊണ്ടുവരികയാണ്. ആദ്യം നമുക്കെതിരെ CAA കൊണ്ടുവന്ന പോലെ ഇനി ഇന്ത്യയിലെ മുസ്ലിം സ്വത്തിനെതിരെയുള്ള ഒരു CAA ആണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് സാധനം എന്ന് പറയുന്നത്. മുസ്ലിം സമ്പത്തിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, മുസ്ലിങ്ങളുടെ സ്വത്തിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, വളരെ അപകടകരം. സംഘപരിവാർ ഒരു നന്മ ഈ നാട്ടിൽ ചെയ്തിട്ടില്ല, ആർക്കും ചെയ്തിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന നമ്മളാരും വിചാരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ വലിയ വാദങ്ങളൊക്കെ ഉയർത്തി. മുസ്ലിം സ്ത്രീ മുതൽ സ്ത്രീകൾക്ക് വഖഫ് ബോർഡിന് ഇത് കൊടുക്കണം. അതുപോലെ തന്നെ വഖഫ് സ്വത്തിൻ്റെ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അധികാരമുള്ള ഒരു ബോഡി ഉണ്ട്. അതിനെ നിഷ്കാസനം ചെയ്ത് ഇനി ഗവൺമെൻറ്റിനും കോടതിക്കൊക്കെ ഇടപെടാൻ എങ്ങനെ ഉണ്ടാവും? മുസ്ലിങ്ങളുടെ വിശ്വാസ അനുഷ്ഠാന സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വലിയൊരു സാധനമാണ് വഖഫ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. അതിനെ നശിപ്പിക്കാൻ, അകത്ത് നിന്ന് തുരങ്കം വെക്കാൻ, മുസ്ലിം ഒരു വലിയ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിനും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാപന ജംഗമ സ്വത്തുക്കളുള്ളത് വഖഫിൻ്റെ കീഴിലാണ് എന്നാണ് പറയുന്നത്. പൊതു സ്വത്തുള്ളത് കോടികൾ വരുന്ന സ്വത്തുണ്ട്. ഇത് സംഘപരിവാർ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള കരിനിയമം, കപട നിയമം, കള്ള നിയമമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോധവാന്മാരാവുകയും യഥാർത്ഥത്തിൽ തന്നെ നല്ല പ്രതികരണങ്ങൾ, ശക്തിയുള്ള പ്രതികരണങ്ങൾ അതിനെതിരെ നമ്മുടെ സംഘടനകളും നേതാക്കന്മാരൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർലമെൻറ്റിൽ നല്ല ചർച്ചകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. ഓട്ടക്കാലമായ സംഘപരിവാറിന് പിടിച്ചു നിൽക്കാൻ ഇമാതിരി ഓരോ മുസ്ലിം ഇഷ്യൂ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ അവരുടെ മുമ്പിൽ പരിഹാരമുള്ളൂ. അപ്പോൾ അതിലേക്ക് ഓരോന്നിങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരികയാണ് അവർ. അതിലാണ് അതും പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രങ്ങളിൽ നിന്നും കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് സഹിക്കാനും തടുക്കാനും കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും, അത് പ്രകൃതിയുടേതാണെങ്കിലും ശരി, ഭരണകൂടങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതാണെങ്കിലും ശരി, അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ പൊറുക്കണേ തമ്പുരാനെ. പശ്ചാത്തപിക്കാനും നിന്നിലേക്ക് തിരിച്ചു നടക്കാനും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്ത് നന്മകളൊക്കെ ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുമുള്ള മാനസികമായ തുറവികൾ നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള അറിവും കഴിവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين. اللهم دمر الكفر والكافرين والنفاق والمنافقين. اللهم انصرنا يا رب العالمين. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمين في غزة. اللهم انصرهم يا رب العالمين. ربنا افرغ عليهم صبرا وثبت أقدامهم وانصرهم يا رب العالمين يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله صلى الله على محمد صلى الله عليه وسلم.